പിന്നെ വേറെ കാര്യം അറിയാം, ശബരിക്ക് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വലിയ മുഴുനിങ്ങളെ കഥാപ്രസംഗം അടിച്ചിട്ടുണ്ട്. ഏതായിരുന്നു കഥാപ്രസംഗം ദിവ്യ? മൈക്കൽ ആഞ്ചലോ എന്ന് പറഞ്ഞൊരു കഥയായിരുന്നു എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ. അപ്പൊ ആദ്യമായിട്ട് 2ാം ക്ലാസ്സിൽ വെച്ച് എന്റെ ഒരു സിസ്റ്റർ റൂത്താണ് ഈ ഒരു സംഭവം, ഇങ്ങനെ ഒരു കലയുണ്ടെന്ന് എന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് 2ാം ക്ലാസ്സിൽ വെച്ചിട്ട്. അപ്പൊ സ്കൂൾ അവേഴ്സ് കഴിഞ്ഞിട്ട് സ്കൂളിൽ എന്റെ കാർത്തികൻ മാഷ് വരികയും ഒരു ടീച്ചർ എന്റെ കൂടെ നിന്ന് വൈകുന്നേരം സ്കൂൾ അവേഴ്സ് കഴിഞ്ഞിട്ട് 6:30 മണി വരെ സ്കൂളിൽ നിർത്തി കഥാപ്രസംഗം പഠിപ്പിക്കുകയും അന്ന് എന്നിട്ട് വീരൻ സ്മാരക കലോത്സവം റോട്ടറിയുടെ യൂത്ത് ഫെസ്റ്റിവൽ ആയിരുന്നു. അപ്പൊ അവിടെ ആയിരുന്നു ആദ്യം പോയി കഥ അവതരിപ്പിക്കുന്നത്. അത് ഭയങ്കര, അപ്പൊ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അത് ഭയങ്കര ഇങ്ങനെ ഒരു വരവേൽപ്പ് ഉണ്ടാവുകയും അതിന് സമ്മാനം ലഭിക്കുകയും അന്ന് സുരേഷ് ഗോപി സാറാണ് സമ്മാനം തരുന്നത്. പാട്ടൊക്കെ ഓർമ്മയുണ്ടോ? ചിലതൊക്കെ ഓർമ്മയുണ്ട്. നല്ലതല്ലേ, നമ്മളൊരു റെമിനിസൻസിലേക്ക് പോട്ടെ. റിട്രോ അല്ലേ? നഗരം കടന്ന് നഗരപ്രാന്തങ്ങൾ കടന്ന് അങ്ങകലെ ഗ്രാമാന്തരങ്ങളിലേക്കുള്ള വീഥികളിലൂടെ മൈക്കൽ ആഞ്ചലോ നടന്ന് മറഞ്ഞു. മൈക്കൽ ആഞ്ചലോ എവിടെ പോയി? ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. കർദിനാൾമാരോടു ചോദിച്ചു യേശുവിൻ ചിത്രമെമ്മട്ടായിരിക്കും. കർദിനാൾമാരോടു ചോദിച്ചു യേശുവിൻ ചിത്രമെമ്മട്ടായിരിക്കും. ഓ, തകർത്തു. ശബരി ശബരിയുടെ മനസ്സിൽ വന്ന ഇപ്പൊ സമ്മിശ്ര വികാരമാണ്. ഈ ദിവ്യക്ക് ഇത്രയും ഓർമ്മശക്തിയാണ് എന്റെ കാര്യം. എല്ലാം ഓർത്തിരിക്കും കേട്ടോ. അപ്പൊ നല്ലൊരു ഖാദിക കൂടിയാണ്. ഇപ്പം നമ്മുടെ ഈ പറഞ്ഞ ദിവ്യയുടെ കഴിവുകളുടെ പ്രതലങ്ങൾ ഇങ്ങനെ വർദ്ധിച്ച് വരികയാണ്. ഖാദികനല്ല, കലാകാരനല്ല ഞാൻ.